ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിൾ പേയിലൂടെ നമ്മളെല്ലാവരും മറ്റൊരാളുടെ മൊബൈൽ നമ്പർ എല്ലാം ലഭിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൻ ചെയ്ത് ഇപ്രകാരമെല്ലാം നമ്മൾ പേയ്മെൻ്റ് എല്ലാം ഈസിയായി നടത്താറുണ്ട്. എന്നാൽ ഇപ്രകാരമല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ പേയിൽ നിന്നും മറ്റൊരാളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റൊരു അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്രകാരം ബാങ്ക് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ഈ ബാങ്ക് ട്രാൻസ്ഫർ എന്നതിൽ ആദ്യം നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് കൊടുക്കാൻ പറയുന്നത്. അതിനുശേഷം റീ എൻ്റർ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ അയക്കേണ്ട അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ആദ്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം രണ്ടാമതായി ഈ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് IFSC കോഡ് വേണം. നിങ്ങൾ അയക്കുന്ന ബ്രാഞ്ചിൻ്റെ IFSC കോഡ്, അതായത് ഏത് ബാങ്കാണ് അതിൻ്റെ IFSC കോഡെല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഗൂഗിൾ പേയിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു IFSC എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഇതിനായി നമുക്ക് സെർച്ച് ഫോർ IFSC എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്രകാരം ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ബാങ്കിൻ്റെ, അതായത് ഇതിൽ നിന്നും ഏത് ബാങ്കാണ് നിങ്ങളുടെ ബാങ്ക്, ഈ പണം അയക്കാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക്, ആ ഒരു ബാങ്ക് സെലക്ട് ചെയ്യുക. ഉദാഹരണമായി HDFC എന്നാണെങ്കിൽ HDFC എന്ന് കൊടുക്കുക. അതിനുശേഷം എവിടെയുള്ള HDFC ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ പെരിന്തൽമണ്ണ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്രകാരം നമുക്ക് പെരിന്തൽമണ്ണ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട IFSC കോഡ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇപ്രകാരം നമുക്ക് ഈസിയായി നമ്മുടെ ബ്രാഞ്ചിൻ്റെ IFSC കോഡെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നമുക്ക് ഇവിടെ നിന്നും ഇനി എങ്ങനെയാണ് ഈ ഒരു എമൗണ്ട് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ IFSC കോഡ് കൊടുത്തതിന് ശേഷം അതിന് താഴെയായി നമ്മുടെ ഈ ഒരു നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ നമ്മൾ പണം അടയ്ക്കുന്നത് അവരുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. അതായത് അവരുടെ അക്കൗണ്ടിലുള്ളതുപോലെ അവരുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എത്ര എമൗണ്ടാണ് ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് അടയ്ക്കേണ്ടത്, ഇതിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2000 രൂപയാണ് ഈ ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നത്. അതിനാൽ തന്നെ 2000 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നെക്സ്റ്റ് എന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഐക്കണിൽ ഇതിൽ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഗൂഗിൾ പേയുടെ പിൻ എല്ലാം എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം നമ്മുടെ പിൻ എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരു ടിക്ക് മാർക്ക് എല്ലാം വന്ന് ഈ ഒരു എമൗണ്ട് നമ്മൾ അയച്ച ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്ത് ആരുടെയെങ്കിലും അക്കൗണ്ട് നമ്പറിലേക്കെല്ലാം പണമെല്ലാം അയക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്